അങ്ങനെ അപ്പുറം കടന്നു, അവാർഡിൻ്റെ അപ്പുറം കടന്നു. പക്ഷേ അപ്പുറം എന്ന് പറയുന്ന സിനിമ ശരിക്കും നമ്മളവിടെ നിർത്തിക്കുന്നതേ ഉള്ളൂ. പലതും ഇനി കടക്കേണ്ടതുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ചിലയിടങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും സിനിമ ഉടനീളം സംസാരിച്ച വിഷയം എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ അപ്പുറം എന്ന പേരായിടാൻ കാരണം? അപ്പുറം എന്ന് പറയുമ്പോൾ അതിനകത്ത് പല ആസ്പെക്ട്സ് ഉണ്ടായിരുന്നു. ഒന്ന്, വ്യക്തികളുടെ ഒരു അപ്പുറം ഉണ്ടല്ലോ, ദി അതർ സൈഡ് ഓഫ് പീപ്പിൾ എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന ഒരു വശത്തിനപ്പുറം നമുക്ക് കാണാപ്പുറമുണ്ട്. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയുടെ അതർ സൈഡുണ്ട്. അപ്പോൾ അത് ത്രൂ ഔട്ട് ഈ സിനിമയിൽ ഇതിനകത്തുള്ള ഓരോ ക്യാരക്ടേഴ്സിനെ എടുത്താലും അവരുടെ ഒബ്വിയസ് ആയിട്ടുള്ള സൈഡ് അല്ലാതെ മറ്റൊരു വശമുണ്ട്. അപ്പോൾ ആ സെക്കൻഡ് ഹാഫിലുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിലും ദർ ഇസ് എൻ അതർ സൈഡ് ടു എവ്രി വൺ. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ പറയുന്ന ഒരു ലൈഫ് ആൻഡ് ഡെത്ത് എന്നുള്ളതിൻ്റെ ദി അതർ സൈഡ് എന്നുള്ളത്, ലൈഫും അതിന് മറുവശത്തുള്ള അപ്പുറം എന്നുള്ളത്. ഞാൻ വിചാരിച്ചത് ആ അപ്പുറം ആണെന്നാണ്. കാരണം ആ ചിത്രയുടെ ക്യാരക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവിടെ എത്തിച്ചേരണമെന്നാണ്. അവിടെ എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് പല സങ്കല്പങ്ങളും ഉണ്ട്. പക്ഷേ അവിടെ എത്തിച്ചേരാൻ വേണ്ടിയുള്ള യാത്രയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സൗന്ദര്യാത്മകതയെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. അവിടെ നല്ല മഞ്ഞാണ്, ഒഴുകുന്ന പുഴകളുണ്ടാവാം. ബാലിശമായിട്ടുള്ള ഒരു ഇതായിട്ട് നമുക്കെപ്പം തോന്നാറുള്ളൊരു കാര്യമാണ്. പക്ഷേ ആ ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടാണ് അവർ പറയുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ മനോഹരമായിട്ടുള്ള സ്ഥലത്ത് എത്തിയിരുന്നെങ്കിൽ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്. അവരങ്ങനെ എത്തണം. പക്ഷെ സൂയിസൈഡാണ് അവർ ചെയ്യാൻ പോകുന്നത്. അതിനെ എതിർക്കുന്ന നമ്മൾ പോലും അവരുടെ സാഹിത്യം കേട്ടിട്ട് അവർ കാണുന്ന ഒരു വാഗ്ദത്ത ദേശമുണ്ടല്ലോ, നമ്മൾ മറ്റൊരു തരത്തിൽ കമ്മ്യൂണിസോ കണ്ടിരുന്നത് പോലെ ഒരു അപ്പുറം എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് കണ്ടായിരുന്നു. ആ എഴുത്തിൽ അങ്ങനെ തന്നെ കൊണ്ടുവരുന്നത് ഇത് തന്നെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ലേ? അതെ, എന്ന് വെച്ചാൽ ഡെത്തിനെ റൊമാൻറ്റിസൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ഞാൻ ആക്ച്വലി ഇത് MA സൈക്കോളജിയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു 6 monthsോളം ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വളരെ സീനിയറായിട്ടുള്ള സൈക്യാട്രിസ്റ്റുകളുടെയും സൈക്കോളജിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള വേരിയേഷൻസ് ലൈക്ക് അവരുടെ കൺവിക്ഷൻസ് പല നമ്മുടെ അവസ്ഥകളുടെയും ആ വ്യക്തിയുടെ കൺവിക്ഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഡെത്ത് എന്ന് പറയുന്നത് അതിനൊരു ഭയപ്പെടുന്നൊരു അവസ്ഥയല്ല. ഡെത്ത് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, അല്ലെങ്കിൽ അത് എത്തേണ്ട ഇവിടെയാണ് അവർക്ക് പ്രശ്നം. അവരെ സംബന്ധിച്ചിടത്തോളം മറുവശം ദി അതർ സൈഡ് എന്ന് പറയുന്നത് അവർക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എത്തിപ്പെടേണ്ട ഒരു റൊമാൻറ്റിസൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രിമിസസ് ആണ്, അവിടേക്ക് എത്തണം. അപ്പോൾ എനിക്കത് ജസ്റ്റിഫയബിൾ ആയിട്ട് തോന്നി. ആ ക്യാരക്ടറിൻ്റെ പെർസ്പെക്റ്റീവ് നിന്ന് നോക്കുമ്പോൾ അവർക്കതാണ് ഭംഗി, അവർക്കതാണ് സൗന്ദര്യം. അപ്പോൾ അതിലേക്ക് ലയിച്ച് ചേരുക എന്നുള്ള അവരുടെ ഒരു കൺവിക്ഷനാണ്. അപ്പോൾ അങ്ങനെയാണ് ആ എഴുത്തിലും അത് ബോധപൂർവമായിട്ട് കൊണ്ടുവന്നത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇന്ദുവിൻ്റെ ജീവിതാനുഭവമായിട്ട് ബന്ധമുണ്ട്, ആത്മാംശമുണ്ട് അതിനകത്ത്. ആ വീട് കാണുന്ന സമയത്ത് ഈ തനിയാവർത്തനത്തിൽ ഞാൻ കണ്ടൊരു വീടുണ്ട്. ആ വീട് ഈ തറവാട് വീടുകളൊക്കെ പണ്ട് ഇത്തരത്തിലുള്ളൊരു സഫോക്കേഷൻ ഉണ്ടാക്കുന്നത് ഇന്ന് കാണുമ്പോൾ എനിക്ക് ചിലർക്കൊക്കെ അതിനകത്ത് കാൽപ്പനികതയും സൗന്ദര്യവും കാണാൻ പറ്റും. പക്ഷേ എനിക്കത് കാണാൻ പറ്റില്ല. അപ്പം തനിയാവർത്തനത്തിൽ ആ വീടിൻ്റെ ഉൾവശം കാണിക്കുമ്പോഴൊക്കെ എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. അതേപോലെയാണ് ഇന്ദുവിൻ്റെ ഈ വീട് കാണിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇന്ദു എന്താ കഥ പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി. പിന്നെ അതിൻ്റെ സൈഡ് എങ്ങനെ കാണിക്കുന്നു എന്നുള്ളതും എങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നതെന്നും മാത്രമായിരുന്നു ഞാൻ നോക്കിയിരുന്നത്. കാരണം എനിക്ക് പെട്ടെന്ന് ഉള്ളിലേക്ക് എത്താൻ പറ്റി. പിന്നെ എങ്ങനെ പറയുന്നു എന്നുള്ളതാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. വീട് കാണിച്ചപ്പോൾ തന്നെ എനിക്ക് സംഭവം പിടികിട്ടി തുടങ്ങി. കാരണം ഈ വീട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, മനസ്സിലായോ? ആ വീട്ടിൽ പലരും സൗന്ദര്യം കാണുന്നുണ്ടാവും, പക്ഷെ എനിക്ക് സൗന്ദര്യം കാണാൻ പറ്റിയിട്ടില്ല. ആ വീട്ടിൻ്റെ പല ഏരിയയിലും വെളിച്ചം പോവാത്ത ഇടങ്ങൾ, അതിൻ്റെ അകത്തുള്ള ഇരുട്ടുകളൊക്കെ നമ്മളെ അവിടെ ജീവിച്ചു പോയ വ്യക്തികളെയൊക്കെ എങ്ങനെ ബാധിച്ചിട്ടുണ്ടാവുമെന്ന് ഇന്ദു പറയാൻ ശ്രമിക്കുമ്പോൾ കാണിച്ചിട്ടുള്ള ആംഗിൾസ്, പിന്നെ ആ മുകളിൽ ആ കുട്ടി ഇരിക്കുന്നില്ലേ, ആ കുട്ടി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ, അനഘ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പല സാഹചര്യത്തിലും നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നതൊക്കെ അയാൾക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ആ പുരുഷാരത്തിൻ്റെ വർത്താനമില്ലേ, അവരുടെയൊക്കെ വർത്താനത്തിൻ്റെ മോഡുലേഷൻസ് പലയിടങ്ങളിലായിട്ട് അവർ ആ മോഡുലേഷൻ കൊണ്ട് എങ്ങനെയാണ് ഒതുക്കി നിർത്തുന്നത് സ്ത്രീയെ എന്നുള്ളത് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ എക്സിക്യൂട്ട് ചെയ്തതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പുരുഷന്മാരെയൊക്കെ ചിത്രീകരിക്കുമ്പോൾ ചിലരെയൊക്കെ കണ്ടിട്ടുണ്ടാവാം, ചിലരെയൊക്കെ ഇമാജിൻ ചെയ്തതായിരിക്കാം. ഇമാജിനേഷൻ ആണോ കൂടുതൽ? ഇല്ല, ഇതിൽ ഏറെക്കുറെ എല്ലാവരും റിയൽ ആയിട്ടുള്ളവർ തന്നെയാണ്. പിന്നെ 1:1 ആയിട്ട് ഞാൻ എടുക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ അതിനകത്തുള്ള ക്യാരക്ടേഴ്സ് എല്ലാം 1:1 അല്ല. ഇപ്പം ഇതിനകത്ത് സോമൻ എന്ന് പറഞ്ഞ് പ്രദീപേട്ടൻ ചെയ്ത ക്യാരക്ടർ റിയൽ തന്നെയാണ്. അത് എനിക്ക് വളരെ പരിചയമുള്ളൊരു ആൾ തന്നെയാണ്. നെയ്യാറ്റിൻകര കൃഷ്ണൻ നായർ ആ ചേട്ടൻ ചെയ്ത കഥാപാത്രം അതും റിയലാണ്. ആ അമ്മൂമ്മയുടെ ക്യാരക്ടർ റിയലാണ്. ബാക്കിയുള്ളവരെല്ലാം കൈൻഡ് ഓഫ് മിക്സ് ആണ്, കൈൻഡ് ഓഫ് ചില ആൾക്കാരുടെ കോമ്പിനേഷൻസ് ആണ്.
പല ബാക്കിയുള്ള പല കഥാപാത്രങ്ങൾ. അപ്പോൾ അത് 1:1 അല്ല, പക്ഷേ അതിനകത്ത് പലരുടെയും ഫ്ലേവർ ഉണ്ട് ആ ബാക്കിയുള്ള കഥാപാത്രങ്ങളിൽ. അവരെ ആരെയും ഒരു ഗ്രേ ഷെയ്ഡിലും അല്ല നിർത്തുന്നത്, കാരണം അവരെല്ലാം അവരുടെ പെർസ്പെക്റ്റീവ്സിൽ അവർ ശരി തന്നെയാണ്. അവരുടെ ആ ലോകത്ത് അവർ പറയുന്നതും അവരുടെ വിശ്വാസങ്ങളും അവർ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ദേ ആർ. അപ്പോൾ അതവരെ ഞാൻ ഗ്രേ ഷെയ്ഡിലും അല്ല നിർത്തുന്നത്, കാരണം ആ ഗ്രാൻഡ് മദറിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയുന്നുണ്ട്, അവരുടെ ഒരു വേദന പറയുന്നുണ്ട്. അപ്പോൾ ഷീ ഹാസ് ദറ്റ് എന്ന് വെച്ചാൽ അവർക്കും ഒരു വേദനയുണ്ട്, ആ വേദനയ്ക്കപ്പുറം അവരുടെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞിട്ട് ഇതുമുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരാളിൽ കോഎക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ആ മകളെ മിസ് ചെയ്യുമ്പം പോലും എന്ത് നല്ല ചിരിയായിരുന്നു എന്ന് പറഞ്ഞ് വേദനിക്കുമ്പോഴും ബാക്കി അവരുടെ ഒരു ബിലീഫ് സിസ്റ്റവും അതുമൊക്കെ കറക്റ്റായിട്ട് അവരുടെ ഉള്ളിൽ കോഎക്സിസ്റ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ കണ്ട കഥാപാത്രങ്ങൾ തന്നെയാണ്. ഈ ജഗദീഷ് ചേട്ടൻ്റെ കഥാപാത്രത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ബലം ഈ ഈഗോയിസ്റ്റിക് അല്ലാത്തൊരു മനുഷ്യനാണ്, പക്ഷേ ഈ എതിർക്കേണ്ട ചില സംഗതികളിലും ഒരു തരത്തിലും എതിർക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയാണ് പുള്ളിക്കുള്ളതെന്നാണ് ഇന്ദു വരച്ചിടാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ കോലാഹലങ്ങളൊക്കെ വരുന്ന സമയത്ത് മനസ്സിലായി അയാൾക്ക് എതിർക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇന്ദു അങ്ങനെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇയാൾ പ്രതികരിച്ചിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇയാളെ കായികമായി നേരിടുന്നതൊക്കെ എനിക്ക് അക്സെപ്റ്റബിൾ ആണ്. പക്ഷേ നാക്കുകൊണ്ട് പ്രതികരിക്കാതിരിക്കുന്ന ഒരവസ്ഥ എനിക്ക് എങ്ങനെയാണ് ആ മാനസികാവസ്ഥ മനസ്സിലാക്കേണ്ടത്? മരണം നടന്ന വീടാണ്, പക്ഷേ എനിക്ക് കുറച്ച് ശ്വാസം മുട്ടൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ശ്വാസം മുട്ടൽ ഒരുപക്ഷെ ഇന്ദു ക്രിയേറ്റ് ചെയ്തതായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണോ? അതെ, കാരണം ഇപ്പം ജഗദീഷ് സാറിനെ പോലെ ഒരു ആളിനെ നമ്മൾ സിനിമ അങ്ങനെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറിനെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരുമ്പം തന്നെ എനിക്ക് ബോധപൂർവമായിട്ട് അവിടെ എനിക്ക് വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ കഥാപാത്രത്തിൻ്റെ സഫക്കേഷൻ എനിക്കത് കൃത്യതയോടെ കാണിക്കണം. കാരണം അവിടെ എനിക്ക് വേറൊരാളെ എനിക്ക് കൊണ്ടുവന്നിട്ട് അവിടെ എനിക്ക് ആ ഇമോഷൻ എനിക്ക് ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ലായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വേണുവിൻ്റെ ആ വീർപ്പുമുട്ടൽ എനിക്ക് കൃത്യതയിൽ കിട്ടണം. അപ്പം ഞാൻ സാറിനോട് സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞു ഈ സട്ടിലിറ്റിയിലാണ് എനിക്കിതിനകത്ത് വേണുവിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു കംപ്ലീഷൻ ഉള്ളത്. എന്ന് വെച്ചാൽ അത് പല പുരുഷന്മാരും അനുഭവിക്കുന്ന ഒരു സഫക്കേഷനാണ്. കാരണം സ്ത്രീകളെപ്പോലെ ഒരു പക്ഷേ ഉറക്കെ കരയാനോ റീച്ച് ഔട്ട് ചെയ്യാനോ ചിലപ്പോൾ ഒരു പക്ഷേ പുരുഷന്മാർക്ക് പറ്റില്ലായിരിക്കാം. അവരുടെ ഉള്ളിലുള്ളൊരു വിങ്ങലുണ്ട്. ആ വിങ്ങലിൻ്റെ ഒരു കൃത്യത എനിക്ക് വേണമായിരുന്നു. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഒരു എൻറ്റയർ സിസ്റ്റത്തിനെ എതിർത്ത് മാറ്റാനായിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ അല്ല. ഹീസ് എ നോർമൽ ഹ്യൂമൻ ബീയിങ്. ഒരു അധ്യാപകനാണ്, ഒരു വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ഒരിക്കലും ഒരു സിസ്റ്റത്തിനെ ഒരു പെട്ടെന്ന് ചോദ്യം ചെയ്യാനോ അതിനെ ടോപ്പിൾ ചെയ്യാനായിട്ടോ പറ്റില്ല. എന്നാൽ അറ്റ് ദ സെയിം ടൈം അയാൾ ലൈഫിൽ അപ്പോൾ കാണുന്ന ഒരു ലോസ് ഉണ്ട്. അതിൻ്റെ ഗ്രീഫിൻ്റെ ഒരു കൺഫ്യൂഷനും ഉണ്ട്. ഗ്രീഫ് വേഴ്സസ് ഈ ഒരു റിയാലിറ്റിയിൽ അയാൾ തികച്ചും അശക്തനായിരിക്കും. അയാൾക്കൊരിക്കലും ഈ പറഞ്ഞ പോലെ വെർബലിയും നമുക്ക് എതിർക്കാനായിട്ട് പറ്റില്ല. നമ്മൾ ആ നിശബ്ദമായി തന്നെ ഇരിക്കും. കാരണം നമുക്ക് എഗെയിൻസ്റ്റ് വരുന്ന ഒരു ബിഗർ സിസ്റ്റം അത് മറ്റൊരവസരത്തിൽ ഇപ്പോൾ ഒരു പക്ഷേ ആ ഗ്രീഫ് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അയാൾ വെർബലി അയാൾ എതിർത്തേനെ, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ അയാൾ റിയാക്ട് ചെയ്തേനെ. പക്ഷെ അവിടെ ആ ഗ്രീഫാണ്, അയാളുടെ സിറ്റുവേഷൻ അതാണ്. അപ്പോൾ അയാൾക്ക് അത്രേ പ്രതികരിക്കാൻ പറ്റുള്ളൂ. ആ വീർപ്പുമുട്ടൽ ബോധപൂർവം ക്രിയേറ്റ് ചെയ്തത് തന്നെയാണ്.